ഹലോ എവരി വൺ, എൻ്റെ പേര് മുഹമ്മദ് ആരിഫ് സമദി. ഞാൻ എയിംസ് നാഗ്പൂരിലെ ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ്. നീറ്റ് 2020 വഴിയാണ് ഇവിടെ കയറിയത്. അന്ന് എൻ്റെ റാങ്ക് 3075 ആയിരുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റെഡോക്സ് റിയാക്ഷൻ്റെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു വരികയായിരുന്നു. നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 13 വരെ ചെയ്തിരുന്നു. അടുത്ത നമുക്ക് ചെയ്യാനുള്ളത് ക്വസ്റ്റ്യൻ നമ്പർ 14. Consider the reactions 2s2O3 2- plus I2 gives S4O6 2- plus 2I-. S2O3 2- plus 2Br2 plus 5H2O gives 2SO4 2- plus 4Br- plus 10H plus. Why does the same reductant thiosulfate react differently with iodine and bromine? ആദ്യത്തെ റിയാക്ഷനിൽ S2O3 2- I2 ആയിട്ട് റിയാക്ട് ചെയ്ത് നമുക്ക് S4O6 2- കിട്ടി. രണ്ടാമത്തെ റിയാക്ഷനിൽ നമ്മൾ S2O3 Br2 ആയിട്ട് റിയാക്ട് ചെയ്ത് നമുക്ക് എവിടെ SO4 2- ആണ് കിട്ടിയത്. നമ്മൾ S2O3 2- നോക്കുകയാണെങ്കിൽ നമ്മൾ സൾഫറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ സോറി നമുക്ക് +2 എന്ന് കിട്ടും. ഇപ്പൊ ആദ്യത്തെ റിയാക്ഷനിൽ ഇത് +2 നിന്ന് അങ്ങോട്ട് പോയി നമുക്ക് കിട്ടിയ പ്രൊഡക്റ്റ് S4O6 2- ആണ്. അതിനകത്ത് ആവറേജ് ഓക്സിഡേഷൻ നമ്പർ നമുക്ക് ഇവിടെ +2.5 എന്ന് കിട്ടും. രണ്ടാമത്തെ റിയാക്ഷനിൽ അത് ബ്രോമിനായിട്ടുള്ള റിയാക്ഷനിൽ S2O3 2- നിന്നത് നമുക്ക് കിട്ടിയത് SO4 2- എന്ന് വെച്ചാൽ +2 നിന്ന് +6 പോയി. ഇതിന്റെ കാരണം എന്താണ്? കാരണം വെച്ചാൽ I2-നേക്കാളും സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു ഓക്സിഡൈസിങ് ഏജന്റ് ആണ് അത് നമ്മുടെ ബ്രോമിൻ. അയഡിനേക്കാളും സ്ട്രോങ്ങർ ആയിട്ടുള്ള ഓക്സിഡൈസിങ് ഏജന്റ് ആണ് ബ്രോമിൻ എന്ന് പറയുന്നത്. അപ്പൊ ബ്രോമിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അയഡിൻ വീക്കർ ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. അതുകൊണ്ടാണ് +2 നിന്ന് +2.5 അത് പോകാൻ പറ്റുള്ളൂ. പക്ഷേ ബ്രോമിൻ എന്ന് പറയുന്നത് അയഡിനേക്കാളും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. അത് കാരണം S2O3 2- നിന്നും +2 എന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിന്നത് +6 എന്ന ഓക്സിജൻ സ്റ്റേറ്റിലേക്ക് അത് ഓക്സിഡൈസ് ചെയ്തു. അപ്പം ഇതിന്റെ ഓക്സിഡൈസിങ് പവറിന്റെ ഡിഫറൻസ് കാരണമാണ് അയഡിനും ബ്രോമിനും S2O3 2- ആയിട്ട് വേറെ റിയാക്ഷൻസ് തരുന്നത്. ഓക്കെ, അടുത്ത 15ാമത്തെ ക്വസ്റ്റ്യൻ. Justify given reactions that among halogens fluorine is the best oxidant and among hydrohalide compounds hydroiodic acid is the best reductant. ഇപ്പൊ ഇന്നത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ഫ്ലൂറിൻ ആണ് ഹാലോജൻസിലെ ഏറ്റവും നല്ല ഓക്സിഡൈസിങ് ഏജന്റ് എന്നും പിന്നെ ഹൈഡ്രോഹാലിക് കോമ്പൗണ്ട്സിൽ ഹൈഡ്രോഐഡിക് ആസിഡ് ആണ് ഏറ്റവും നല്ല റെഡ്യൂസിങ് ഏജന്റ് എന്നും റിയാക്ഷൻസ് വെച്ച് കാണിക്കാനാണ് പറയുന്നത്. ഇപ്പൊ നമ്മളിത് നേരത്തെ തിയറി പഠിച്ചപ്പോൾ പറഞ്ഞാണ് ഫ്ലൂറിൻ എന്താണ് ബാക്കി എല്ലാ ഹാലൈഡ് അയോൺസിനെയും ഓക്സിഡൈസ് ചെയ്യാൻ പറ്റുമായിരുന്നു അല്ലേ. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്ലൂറിൻ ക്ലോറൈഡ് അയോണിനെ എന്താക്കുന്നു F- നമുക്ക് Cl2 കിട്ടും. അതേപോലെ തന്നെ ഫ്ലൂറിൻ ബ്രോമൈഡ് അയോൺ എന്താക്കും അതേപോലെ ബ്രോമിനെ ആക്കും. അയോഡൈഡ് അയണായിട്ട് റിയാക്ട് ചെയ്താൽ ഫ്ലൂറിൻ അയോഡൈഡ് റിയാക്ട് ചെയ്താൽ അവിടെ നമുക്ക് അയോഡിനും കിട്ടും. ഇതിന്റെ കൂടെയല്ല നമുക്ക് F- അയോൺ കിട്ടും. പക്ഷെ ഇവർക്ക് ആർക്കും തിരിച്ചെന്താണ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഫ്ലൂറിൻ അയണായിട്ട് റിയാക്ട് ചെയ്ത് ഫ്ലൂറിനെ നമുക്ക് തരുത്തില്ല. ഈ റിയാക്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെയല്ല ആരും ഈ ഫ്ലോറിനോ ബ്രോമിനോ അയോഡിൻ ആരാണെങ്കിലും ഈ റിയാക്ഷൻ നടക്കത്തില്ല. അപ്പൊ അതിനർത്ഥം എന്താണ് ഫ്ലൂറിനാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും നല്ല ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ ഹാലജൻസിന്റെ ഓക്സിഡൈസിങ് പവർ നോക്കിയാൽ ഇങ്ങനെയാണ് സ്ട്രെങ്ത് വരിക. ഫ്ലൂറിനാണ് ഏറ്റവും കൂടുതൽ, പിന്നെ ക്ലോറിൻ, പിന്നെ ബ്രോമിൻ, പിന്നെ അയഡിൻ. ഇതാണ് ഹാലജൻസിന്റെ ഓക്സിഡൈസിങ് പവറിന്റെ ഓർഡർ എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് പറയാനുള്ളത് ക്വസ്റ്റിന് പറഞ്ഞേക്കുന്നത് എന്താണ് ഹൈഡ്രോഹാലിക് കോമ്പൗണ്ട്സിൽ ഹൈഡ്രജൻ അയോഡൈഡ് ഹൈഡ്രോഐഡിക് ആസിഡ് അതാണ് ഏറ്റവും നല്ല റിഡക്റ്റന്റ് റെഡ്യൂസിങ് ഏജന്റ് എന്ന് കാണിക്കാനാണ് പറയുന്നത്. ഇവിടെ നമുക്ക് 4 കോമ്പൗണ്ട്സ് ഉള്ളത്. ഏതൊക്കെ? HI, HBr, HCl, HF 4 കോമ്പൗണ്ട്സ് ഉണ്ട് നമുക്ക്. അപ്പൊ ഇതിനകത്ത് ഈ ഹൈഡ്രജൻ അയോഡൈഡും ഹൈഡ്രജൻ ബ്രോമൈഡും HIയും HBr ഇതിന് രണ്ടിനും നമ്മുടെ H2SO4നെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. H2SO4. ഈ HClനും HFനും എന്താണ് H2SO4നെ റെഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇവരെക്കാളും നല്ല റെഡ്യൂസിങ് ഏജന്റ്സ് ആണ് ആര്? ഹൈഡ്രജൻ അയോഡൈഡും ഹൈഡ്രജൻ ബ്രോമൈഡും. ഓക്കെ, അപ്പൊ ആ റിയാക്ഷൻ നമ്മളിവിടെ എഴുതുവാണെങ്കിൽ എന്താണ് 2HI
പ്ലസ് H2SO4 നമുക്ക് I2 പ്ലസ് SO2 പ്ലസ് 2H2 എന്ന് കിട്ടും. ഇവിടെ നോക്കുക H2SO4ൽ സൾഫർ പ്ലസ് 6 ആയിരുന്നു, SO2 എത്തിയപ്പോൾ എന്തായത് പ്ലസ് 4 ആയി. അപ്പൊ ഇവിടെ ഹൈഡ്രജൻ അയഡൈഡിന് എന്താണ് ഹൈഡ്രോഐഡിക് ആസിഡിന് H2SO4നെ റെഡ്യൂസ് ചെയ്യാൻ പറ്റി. അതേപോലെ തന്നെ ബ്രോമിന്റെ ഹൈഡ്രജൻ ബ്രോമൈൻ്റെ റിയാക്ഷൻ അതേപോലെ തന്നെ നമുക്ക് Br2 കിട്ടും, I2ന് പകരം SO2 2H2 കിട്ടും. അപ്പൊ ഈ രണ്ട് റിയാക്ഷനിൽ നമുക്ക് HiHbr നമുക്ക് H2SO4 റിയാക്ട് ചെയ്ത് അതിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇനി ഇവർ രണ്ടുപേരിൽ ആർക്കാണ് സ്ട്രെങ്ത് കൂടുതൽ അത് നമുക്ക് നോക്കാം. അതെന്താണ് നമ്മൾ Cu2+ അയനായിട്ടുള്ള റിയാക്ഷൻ വെച്ചാണ് ചെയ്യുന്നത്. എന്താണ് I- എന്താണ് Cu2+നെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ റിയാക്ഷൻ നമ്മൾ എഴുതുവാണ്. അത് Cu2 I2 കിട്ടും പ്ലസ് I2 കിട്ടും. പക്ഷെ ഈ റിയാക്ഷൻ ആണ് Br മൈനസ് അയോണ് ഇത് തരാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് മനസ്സിലായി ഹൈഡ്രോഹാലിക് കോമ്പൗണ്ട്സിൽ HIക്കാണ് ഏറ്റവും കൂടുതൽ റെഡ്യൂസിങ് പവർ ഉള്ളത്. ഓക്കെ, 16ാമത്തെ ക്വസ്റ്റ്യൻ. Why does the following reaction occur? XeO6 4- plus 2F- plus 6H plus gives XeO3 plus F2 plus 3H2O. അപ്പൊ നമ്മൾ ഈ റിയാക്ഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ XeO6 4- എന്ന കോമ്പൗണ്ട് അതെന്താണ് ഫ്ലൂറിനെ ഓക്സിഡൈസ് ചെയ്ത് ഫ്ലൂറൈഡ് അയോണിനെ ഓക്സിഡൈസ് ചെയ്ത് ഫ്ലൂറിനാക്കി. മാത്രമല്ല ഈ കോമ്പൗണ്ടിൽ സെനോണിന്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് +8 ആണ്. അവിടെ നിന്ന് എന്തായി +6 ആയിട്ട് മാറി XeO3 അല്ലേ. അപ്പൊ നമുക്ക് എന്താണ് ഇവിടെ XeO6 4- എന്ന കോമ്പൗണ്ടിന് റിഡക്ഷൻ സംഭവിച്ചു, F- എന്താണ് ഓക്സിഡൈസ് സംഭവിച്ചു. അപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ ഈ റിയാക്ഷനിൽ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം എന്താണ്, ഇതിനേക്കാളും നല്ലൊരു ഓക്സിഡൈസിങ് ഏജന്റ് ആണ് ആര് XeO6 4- എന്നുള്ളത്. ഓക്കെ അല്ലേ. അപ്പൊ അതാണ് ഈ റിയാക്ഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കൺക്ലൂഷൻ എന്നുള്ളത്. ഓക്കെ, കൺസിഡർ ദ റിയാക്ഷൻസ്. നമുക്ക് ഇവിടെ 4 റിയാക്ഷൻസ് തന്നിട്ടുണ്ട്. H3PO2 plus 4AgNO3 plus 2H2O gives H3PO4 plus 4Ag plus 4HNO3. രണ്ടാമത്തെ റിയാക്ഷൻ H3PO2 CuSO4 plus 2H2O gives H3PO4 plus 2Cu plus H2SO4. തേർഡ് റിയാക്ഷനിൽ C6H5CHO 2AgNH3 twice ഒരു കോംപ്ലക്സ് ആണ്, അത് പ്ലസ് 3OH മൈനസ് പ്ലസ് C6H5COO മൈനസ് പ്ലസ് 2Ag പ്ലസ് 4NH3 പ്ലസ് 2H2O. പിന്നെ C6H5CHO പ്ലസ് 2Cu2 പ്ലസ് 5OH മൈനസ് നോ ചേഞ്ച് ഓഫ് സോഡ്. അപ്പൊ നമുക്ക് ഈ റിയാക്ഷനിൽ നിന്ന് ഇതാണ് ക്വസ്റ്റ്യൻ. വാട്ട് ഇൻഫറൻസ് ഡു യു ഡ്രോ ഫ്രം ദി about the behavior of Ag plus and Cu2+ from these reactions? ഈ റിയാക്ഷനിൽ നിന്ന് Ag2+ന്റെയും Ag+ന്റെയും Cu2+ന്റെയും ബിഹേവിയർ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് റിയാക്ഷൻ നോക്കുകയാണെങ്കിൽ H3PO2 AgNO3 കൂടെ റിയാക്ട് ചെയ്യുന്നു. പകരം നമുക്കവിടെ H3PO4 Ag കിട്ടി. എന്ന് വെച്ചാൽ ഇവിടെ AgNO3 H3PO2നെ ഓക്സിഡൈസ് ചെയ്തു. ഇവിടെ AgNO3 Ag+ ഇവിടെ എന്താണ് Ag+ ഇവിടെ ഈ കേസിൽ ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അത് H3PO2നെ H3PO4 ആയിട്ട് ഓക്സിഡൈസ് ചെയ്തു. ഓക്കെ, രണ്ടാമത്തെ റിയാക്ഷൻ നോക്കുകയാണെങ്കിൽ H3PO2 CuSO4 ആയിട്ട് റിയാക്ട് ചെയ്തു. എന്താ നമുക്ക് അവിടെ കിട്ടി H3PO4 Cu കിട്ടി. അപ്പൊ ഈ റിയാക്ഷനിൽ എന്താണ് CuSO4 അല്ലെങ്കിൽ Cu2+ അയോൺ H3PO2നെ ഓക്സിഡൈസ് ചെയ്തു. അപ്പൊ ഇവിടെ Cu2+ എന്നുള്ളതാണ് ഒരു ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ റിയാക്ഷൻ നോക്കാം. ഇവിടെ C6H5CHO ഇപ്പൊ ബെൻസാൽഡിഹൈഡിനെ എന്താക്കി മാറ്റിയത് ബെൻസോയേറ്റ് അയോൺ ആക്കി മാറ്റി. എന്ന് വെച്ചാൽ അവിടെ ആൽഡിഹൈഡിനെ ആസിഡ് ആക്കി മാറ്റി, ആസിഡ് അയോൺ ആക്കി മാറ്റി. അവിടെ അപ്പൊ എന്താണ് ഓക്സിഡേഷൻ ആണ് നടന്നത്. അപ്പൊ ഇവിടെയും Ag+ എന്താണ് ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഈ സെയിം റിയാക്ഷൻ തന്നെ, പക്ഷേ ഇപ്രാവശ്യം Ag+ന് പകരം Cu2+ ആണ്. പക്ഷെ എന്താണ് അവിടെ ഒരു ചേഞ്ച് വന്നില്ല. അതിനർത്ഥം എന്താണ്, നമ്മൾ ഈ മൂന്നാമത്തെ നാലാമത്തെ റിയാക്ഷനും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ സിൽവറിന് എന്താണ് ബെൻസാൽഡിഹൈഡിനെ ഓക്സിഡൈസ് ചെയ്യാൻ പറ്റും, പക്ഷെ Cu2+ന്
ബെൻസാൽഡിഹൈഡിന് ഓക്സിഡൈസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അതിൽ നിന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന എന്താണ്, Ag+ എന്ന് പറയുന്നത് സ്ട്രോങ്ങർ ഓക്സിഡൈസിങ് ഏജന്റ് ദാൻ Cu2. അതാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന കൺക്ലൂഷൻ എന്നുള്ളത്. ഓക്കെ, ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. നമുക്കിനി 18ാമത്തെ ക്വസ്റ്റ്യൻ. ഇപ്പം 18ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ബാലൻസ് ദി ഫോളോയിങ് റിഡോക്സ് റിയാക്ഷൻസ് ബൈ അയോൺ ഇലക്ട്രോൺ മെത്തേഡ്. അയോൺ ഇലക്ട്രോൺ മെത്തേഡ് വഴി ബാലൻസ് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് നമുക്ക് തന്നേക്കുന്നത് MnO4- പ്ലസ് I- ഈസ് MnO2 പ്ലസ് I2. അത് ബേസിക് മീഡിയത്തിലാണ് ചെയ്യുക. അപ്പൊ നമുക്കത് ആദ്യം ചെയ്യാം. MnO4- പ്ലസ് I- ഈസ് MnO2 പ്ലസ് I2. ബേസിക് മീഡിയത്തിലാണ് നമുക്ക് തന്നേക്കുന്നത്. ഇവിടെ നോക്കാം, നമുക്കിവിടെ മാംഗനീസ് +7ൽ നിന്ന് +4ലേക്ക് പോയി, അയഡിൻ -1ൽ നിന്ന് 0യിലേക്ക് പോയി. ഇവിടുത്തെ റിഡക്ഷൻ ഹാഫ് എന്ന് പറയുന്നത് ഇതാണ് ഓക്സിഡൻ ഹാഫ് റിയാക്ഷൻ. ഈ രണ്ട് നമുക്ക് സെപ്പറേറ്റ് എഴുതിയത്. ആദ്യം MnO4- MnO2 ആവുന്ന എഴുതാം. അപ്പം MnO4- എന്താവുന്നു, MnO2 ആവുന്നു. ഇതാണ് എന്ത്, ഇവിടുത്തെ റിഡക്ഷൻ ഹാഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ നമ്മൾ അയൺ ഇലക്ട്രോൺ മെത്തേഡ് വെച്ച് ചെയ്യുമ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, ആദ്യം നമ്മൾ ഓക്സിജനും ഹൈഡ്രജനും ബാലൻസ് ചെയ്യാം. അപ്പൊ നമ്മൾ നോക്കി, ലെഫ്റ്റ് സൈഡിൽ റിയാക്ടൻ സൈഡിൽ നമുക്ക് 4 ഓക്സിജൻ ഉണ്ട്. എന്താണ്, പ്രൊഡക്റ്റ് സൈഡിൽ പക്ഷേ 2 ഓക്സിജനേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്താണ് 2 ഓക്സിജനും കൂടെ ആഡ് ചെയ്യണം. അപ്പൊ 2 വാട്ടർ നമ്മൾ പ്രൊഡക്റ്റ് സൈഡിൽ ആഡ് ചെയ്യണം. 2 വാട്ടർ ആഡ് ചെയ്യുമ്പോൾ എന്താ, പ്രൊഡക്റ്റ് സൈഡിൽ 4 ഹൈഡ്രജനും കൂടും. അപ്പൊ ആ ഹൈഡ്രജൻ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ലെഫ്റ്റ് സൈഡിൽ 4 H+ കൂടെ ഇട്ട് കൊടുക്കും, അല്ലേ? MnO2 പ്ലസ് 2H2. ഈ 2H2-ല് 4 ഹൈഡ്രജനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ 4 H+ ഇട്ട് കൊടുത്തത്. ഓക്കെ, അപ്പൊ നമ്മൾ ഹൈഡ്രജനെയും ഓക്സിജനെയും ബാലൻസ് ചെയ്തു. ഇനി എന്താണ്, ഇനി നമ്മൾ ചാർജ് ബാലൻസ് ചെയ്തു. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഒരു -1ഉം 4 പ്ലസും ഉണ്ട്. അപ്പൊ നമുക്ക് മൊത്തത്തിൽ ഈ സൈഡിൽ റിയാക്ടർ സൈഡിൽ നമുക്ക് 3+ ആണുള്ളത്. പ്രൊഡക്റ്റ് സൈഡിൽ നമുക്ക് 0 ആണ്. അപ്പൊ നമ്മൾ എന്താണ് റിയാക്ടർ സൈഡിൽ നമ്മൾ ചാർജ് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ 3 ഇലക്ട്രോൺ അവിടെ ആഡ് ചെയ്യും. ഓക്കെ, 3+നെ കോമൺ സ്റ്റേറ്റ് നമ്മൾ 3 ഇലക്ട്രോൺ ആഡ് ചെയ്യാം. MnO4- പ്ലസ് 4H+. പക്ഷെ നമ്മളിവിടെ ആലോചിക്കേണ്ടത് എന്താണ്, ബേസിക് മീഡിയത്തിലാണ് നമ്മൾ ഈ റിയാക്ഷൻ നടക്കുന്നത്, അല്ലേ? അപ്പൊ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ H+നെ ആദ്യം കളയണം. H+നെ കളയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, രണ്ട് സൈഡിൽ നമ്മൾ 4 OH- ആഡ് ചെയ്യും. H+നെ കളയാൻ വേണ്ടി രണ്ട് സൈഡിൽ നമ്മൾ 4 OH ആഡ് ചെയ്യും. 4H+ plus 4OH- gives MnO2 plus 2H2O plus 4OH. ഇപ്പൊ 4H+ 4OH- കൂടെ നമുക്ക് എന്താണ് കമ്പൈൻ ചെയ്ത് 4 വാട്ടർ എഴുതും. MnO4- plus 4H2O is MnO2 plus 2H2O plus 4OH- വരും. ഇപ്പൊ വാട്ടറും ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ നിന്ന് കട്ട് ചെയ്താൽ നമുക്ക് ഇങ്ങനെയാണ് റിയാക്ഷൻ. MnO4- plus 2H2O gives MnO2 plus 4OH. ഇനി നമ്മൾ ചാർജ് ബാലൻസ് ചെയ്യാം. ഇനി ചാർജ് ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം, ഇവിടെ നമുക്കൊരു -1 ഉണ്ട്, ഇവിടെ നമുക്ക് 4 മൈനസ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്താണ്, ഇവിടെ നമുക്ക് 3 ഇലക്ട്രോൺ, ലെഫ്റ്റ് സൈഡിൽ നമുക്ക് 3 ഇലക്ട്രോൺ കൂടെ ആഡ് ചെയ്താൽ രണ്ട് സൈഡിൽ ഒരേ 4- കിട്ടും. അപ്പൊ 3 ഇലക്ട്രോൺ നമ്മൾ ആഡ് ചെയ്യും. അപ്പൊ നമുക്ക് MnO4- plus 2H2O plus 3 electrons gives MnO2 plus 4OH. അപ്പൊ നമുക്ക് റിഡക്ഷൻ ഹാഫിന്റെ റിയാക്ഷൻ നമ്മൾ ബാലൻസ് ചെയ്തു. അടുത്ത ഓക്സിഡേഷൻ ഹാഫ് എന്താണ്, I- I2 തരും, gives I2. അപ്പം ആറ്റംസ് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ലെഫ്റ്റ് സൈഡിൽ 2 ഇട്ട് കൊടുക്കുന്നു. ഇവിടെ ഓക്സിജനും ഹൈഡ്രജനും ബാലൻസ് ചെയ്യാനില്ല. അപ്പൊ നമുക്ക് ഡയറക്ട്ലി ചാർജ് ബാലൻസ് ചെയ്യുമ്പോൾ അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ -2 ഉണ്ട്, ഇവിടുത്തെ 0 ഉണ്ട്. അപ്പൊ നമ്മൾ റൈറ്റ് സൈഡിൽ എന്താണ് 2 ഇലക്ട്രോൺ ആഡ് ചെയ്താൽ രണ്ട് സൈഡിലും -2 ആവും, അല്ലേ? അപ്പൊ ആ 2 ഇലക്ട്രോൺ നമ്മൾ ആഡ് ചെയ്യും. 2I- gives I2 plus 2 ഇലക്ട്രോൺ. അപ്പൊ നമ്മൾ ചാർജും ബാലൻസ്.
പിന്നെ എന്താണ് നമ്മൾ രണ്ട് സൈഡിൽ രണ്ട് റിയാക്ഷൻ ഹാഫ് റിയാക്ഷനിലും നമ്പർ ഓഫ് ഇലക്ട്രോൺസ് സെയിം ആക്കണം. അപ്പൊ എന്താണ് ഇവിടെ നമ്മൾ ഇൻറ്റു 2 ചെയ്യണം, ഇവിടെ നമ്മൾ ഇൻറ്റു 3 ചെയ്യണം. അപ്പൊ ആ റിയാക്ഷൻ എങ്ങനെ വരും? നമുക്ക് 2MnO4 മൈനസ് പ്ലസ് 4H2O പ്ലസ് 6 ഇലക്ട്രോൺ gives 2MnO2 പ്ലസ് 8OH. അപ്പുറത്ത് എന്ത് വരും? ഇവിടെ നമ്മൾ 3 വെച്ചിട്ട് ചെയ്യുമ്പോൾ 6I മൈനസ് gives 3I2 പ്ലസ് 6 ഇലക്ട്രോൺ. എന്നിട്ട് എന്താണ് നമ്മൾ ഈ രണ്ട് ഹാഫ് റിയാക്ഷൻ കൂടെ ആഡ് ചെയ്യും. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2MnO4 മൈനസ് പ്ലസ് ഇപ്പോഴത്തെ 6I മൈനസ് നമ്മൾ എടുക്കും, 6I മൈനസ് പ്ലസ് 4H2O. 6 ഇലക്ട്രോൺ രണ്ട് സൈഡിൽ നിന്ന് നമ്മൾ വെട്ടിക്കളയും. പിന്നെ ബാക്കിയുള്ളത് 2MnO2 പ്ലസ് 3I2 പ്ലസ് 8OH. ഇതാണ് ഫൈനൽ ബാലൻസ്ഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതിലേക്ക് പോകാം. രണ്ടാമത്തെ ഇക്വേഷൻ എന്താണ്? അത് അസിഡിക് സൊല്യൂഷനിലാണ്. MnO4 മൈനസ് പ്ലസ് SO2 gives Mn2 plus plus HSO4 minus. ഇതാണ് റിയാക്ഷൻ. ഓരോന്നിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് എഴുതുന്നു. ഇവിടെ +7, +2, +4, +6 സൾഫർ. നമ്മുടെ ഓക്സിഡേഷന് റിഡക്ഷൻ എഴുതാൻ നോക്കാം. ഇവിടെ മാംഗനീസിന് റിഡക്ഷൻ സംഭവിച്ചു, സൾഫറിന് ഓക്സിഡേഷൻ സംഭവിച്ചു. ഒരു ഹാഫ് റിയാക്ഷൻ നമ്മൾ ഇങ്ങോട്ട് എടുത്തെഴുതാം. ആദ്യം MnO4 മൈനസ് Mn2 പ്ലസ് ആണെന്ന് എഴുതാം. MnO4 മൈനസ് Mn2 പ്ലസ് ആവും. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ ഓക്സിജനെ ബാലൻസ് ചെയ്യുക. ഓക്സിജനെ ബാലൻസ് ചെയ്യാൻ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ 4 ഓക്സിജൻ ഉണ്ട്, റൈറ്റ് സൈഡിൽ ഓക്സിജൻ ഇല്ല. അപ്പൊ നമ്മൾ റൈറ്റ് സൈഡിൽ എന്താണ് 4 വാട്ടർ ആഡ് ചെയ്യണം. 4 വാട്ടർ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ 8 ഹൈഡ്രജൻ അയോൺസ് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ഇട്ട് കൊടുക്കണം. MnO4 മൈനസ് പ്ലസ് 8H പ്ലസ് gives Mn2 പ്ലസ് പ്ലസ് 4 വാട്ടർ. ഓക്കെ, അസിഡിക് സൊല്യൂഷനിലാണ് റിയാക്ഷൻ നടക്കുന്നത്. അപ്പൊ H പ്ലസിനെ നമ്മൾ ഇനി മാറ്റേണ്ട ആവശ്യമില്ല, OH മൈനസ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി നോക്കാം. ഇനി നമ്മൾ ചാർജ് ബാലൻസ് ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് -1 ഉണ്ട്, ഇവിടെ +8 ഉണ്ട്, ഇവിടെ +2 ഉണ്ട്. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് മൊത്തത്തിൽ +7 ഉണ്ട്, ഇവിടെ +2 ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ലെഫ്റ്റ് സൈഡിൽ നമ്മൾ 5 ഇലക്ട്രോൺ ആഡ് ചെയ്യണം. അപ്പൊ +2 ആവും ലെഫ്റ്റ് സൈഡിൽ. അപ്പൊ 5 ഇലക്ട്രോൺ ആഡ് ചെയ്ത് നമുക്ക് എഴുതാം. അപ്പൊ നമുക്കിവിടെ MnO4 മൈനസ് പ്ലസ് 8H പ്ലസ് പ്ലസ് 5 ഇലക്ട്രോൺസ് gives Mn2 പ്ലസ് പ്ലസ് 4H2. അപ്പൊ നമ്മൾ റിഡക്ഷൻ ഓഫ് റിയാക്ഷൻ ബാലൻസ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത ഓക്സിഡേഷൻ്റെ എഴുതും. അപ്പൊ എന്താ സംഭവിക്കുന്നത്? SO2 HSO4 മൈനസ് SO2 HSO4 മൈനസ്. അപ്പൊ നമ്മളിവിടെ നോക്കുക, ലെഫ്റ്റ് സൈഡിൽ നമുക്ക് എന്താണ് 2 ഓക്സിജൻ ഉണ്ട്, റൈറ്റ് സൈഡിൽ നമുക്ക് 4 ഓക്സിജൻ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ലെഫ്റ്റ് സൈഡിൽ 2 വാട്ടർ ആഡ് ചെയ്യണം. 2 വാട്ടർ നമ്മളിവിടെ ആഡ് ചെയ്യും. നമ്മൾ നോക്കാം, റിയാക്ടൻ സൈഡിൽ നമുക്ക് ഹൈഡ്രജൻ ഒന്നും ഇല്ല അല്ലെ? ഇപ്പൊ സോറി, 4 ഹൈഡ്രജൻ ഉണ്ട്, പക്ഷെ പ്രൊഡക്റ്റ് സൈഡിൽ നമുക്ക് ഓൾറെഡി 1 ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ നമ്മളിവിടെ എത്ര H പ്ലസ് ആഡ് ചെയ്യണം? 3 H പ്ലസ് ആഡ് ചെയ്താൽ മതി. അപ്പൊ നമ്മൾ ഹൈഡ്രജൻ ഓക്സിജനും ബാലൻസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ ചാർജ് ബാലൻസ് ചെയ്യാം. ചാർജ് ചെയ്തോണെങ്കിൽ ഇവിടെ 0, ഇവിടെ 0, ഇവിടെ -1, ഇവിടെ +3, ഇവിടെ മൊത്തത്തിൽ നമുക്ക് +2 ഉണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ എന്താണ്? പ്രൊഡക്റ്റ് സൈഡിൽ നമുക്ക് 2 ഇലക്ട്രോൺ ആഡ് ചെയ്യണം, എന്നാലേ രണ്ടിടത്തും 0 ആവും. ആ 2 ഇലക്ട്രോൺ നമ്മൾ ആഡ് ചെയ്യാൻ പോവാം. SO2 പ്ലസ് 2H2O gives HSO4 minus plus 3H plus 2 ഇലക്ട്രോൺ. ഇനി നമ്മൾ എന്ത് ചെയ്യാം? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് രണ്ടിടത്ത് സെയിം ആക്കുക. അപ്പൊ അതിനുവേണ്ടി ഇവിടെ നമ്മൾ
ഇൻറ്റു 2 ചെയ്യണം, ഇവിടെ ഇൻറ്റു 5 ചെയ്യണം. അപ്പൊ നമുക്ക് ഫൈനൽ റിയാക്ഷൻസ് വരും, ഹാഫ് റിയാക്ഷൻസ്. ഇവിടെ നമുക്ക് 2MnO4 മൈനസ് പ്ലസ് 16H plus 10 electrons gives 2Mn2 plus 8H2. ഇവിടെ എന്താണ് ഇൻറ്റു 5 ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് 5SO2 plus 10H2O gives 5HSO4 minus plus 15H plus 10 electrons. ഇനി നമ്മൾ ഈ രണ്ട് റിയാക്ഷനും കൂടെ ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 2MnO4 മൈനസ് ഉണ്ട് പ്ലസ് 5SO2. ഇനി എത്ര H പ്ലസ്? നമുക്ക് പ്രൊഡക്റ്റ് സൈഡിൽ 15 H പ്ലസ് ഉണ്ട്, റിയാക്ടൻറ്റ് സൈഡിൽ 16 H പ്ലസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ഒറ്റ H പ്ലസ് ബാക്കി വരും. ഗീവ്സ് നമുക്ക് വാട്ടർ ആഡ് ചെയ്യുന്നുണ്ട്. വാട്ടർ നോക്കുകയാണെങ്കിൽ നമുക്ക് റിയാക്ടൻറ്റ് സൈഡിൽ 10 വാട്ടർ ഉണ്ട്, പ്രൊഡക്റ്റ് സൈഡിൽ 8 വാട്ടർ ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ 2 വാട്ടറും കൂടെ ബാക്കി വരും. അത് നമുക്ക് എന്ത് കിട്ടും? 2Mn2 പ്ലസ് 5HSO4 മൈനസ് ഇതാണ് എന്ത് ബാലൻസ്ഡ് റിയാക്ഷൻ വരുന്നത് ഇത്രയാണ്. ഓക്കെ, H2O2 പ്ലസ് Fe2 പ്ലസ് gives Fe3 plus plus H2. ഇതാണ് നമ്മുടെ റിയാക്ഷൻ. എല്ലാത്തിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് എഴുതി വെക്കാം. ഇവിടെ -1, ഇവിടെ 2 പ്ലസ്, ഇവിടെ 3 പ്ലസ്, ഇവിടെ -2. ഇവിടെ ഓക്സിഡേഷൻ നടന്നു, ഇവിടെ റിഡക്ഷൻ നടന്നു. ഒരു റിയാക്ഷൻ ഹാഫ് റിയാക്ഷൻ എഴുതെഴുതാം. അപ്പൊ അത് Fe2 പ്ലസ് Fe3 പ്ലസ് ആണ് എഴുതാം. ഇവിടെ ബാലൻസ് ചെയ്യാൻ ഹൈഡ്രജൻ ഓക്സിജൻ ഒന്നുമില്ല. അപ്പൊ നേരെ നമ്മൾ ചാർജ് ബാലൻസ് ചെയ്താൽ മതി. നമുക്ക് എന്ത് ചെയ്യണം? റൈറ്റ് സൈഡിൽ ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്താൽ മതി. അപ്പൊ Fe2 പ്ലസ് ഈസ് Fe3 പ്ലസ് 1 ഇലക്ട്രോൺ. അപ്പൊ നമ്മൾ ഓക്സിഡേഷൻ ഹാഫ് ബാലൻസ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത റിഡക്ഷൻ ഹാഫ് എഴുതാം. എന്താണ്? H2O2 നമുക്ക് H2O തന്നു. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ ഓക്സിജന്റെ എണ്ണം കറക്റ്റ് അല്ല അല്ലേ? റൈറ്റ് സൈഡിൽ ഒറ്റ ഒരെണ്ണേ ഉള്ളൂ. അപ്പൊ അവിടെ ഒരു വാട്ടറും കൂടി നമ്മൾ ആഡ് ചെയ്യണം. ഒരു വാട്ടറും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? 2 H പ്ലസ് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ബാലൻസ് ചെയ്യാൻ ഇടേണ്ടി വരും. അപ്പൊ നമുക്ക് ഇവിടെ H2O2 പ്ലസ് 2H പ്ലസ് gives H2O പ്ലസ് H2O നമുക്ക് 2H2O എന്ന് എഴുതാം. അപ്പൊ നമുക്ക് ഹൈഡ്രജനും ഓക്സിജനും നമുക്ക് ഇവിടെ രണ്ട് സൈഡിലും ബാലൻസ് ചെയ്യും. പിന്നെ ഇതാണ് ചാർജ് ബാലൻസ്. നോക്കുകയാണെങ്കിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ 2 പ്ലസ് ഉണ്ട്, ഇവിടെ 0 ആണ്. അപ്പൊ നമ്മൾ എന്താണ് ലെഫ്റ്റ് സൈഡിൽ 2 ഇലക്ട്രോൺ ആഡ് ചെയ്യും. അപ്പൊ എന്ത് വരും? H2O2 plus 2H plus 2 electrons gives 2H2O എന്ന് വരും. ഇനി നമ്മൾ എന്താണ് ഇലക്ട്രോൺസ് രണ്ട് ഇക്വേഷന്റെയും സെയിം ആക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ നമ്മൾ ഇൻറ്റു 2 ഇൻറ്റു ചെയ്യാം. അപ്പൊ ഇവിടെ 2Fe2 plus gives 2Fe3 plus 2 electron എന്ന് വരും. ഇനി നമ്മൾ ഈ രണ്ട് റിയാക്ഷൻ കൂടെ ആഡ് ചെയ്യും. അപ്പൊ എന്ത് വരും? H2O2 plus 2Fe3 plus 2H plus gives 2Fe3 plus 2H2. ഇതാണ് നമ്മൾ ഫൈനൽ ബാലൻസ്ഡ് ഇക്വേഷൻ വരുന്നത്. ഓക്കെ, Cr2O7 2 minus plus SO2 gives Cr3 plus SO4 2 minus. ഇതാണ് റിയാക്ഷൻ. ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ എഴുതുകയാണെങ്കിൽ ഇവിടെ നമുക്ക് +6 കിട്ടും, ഇവിടെ +4, ഇവിടെ +3, ഇവിടെ +6. അപ്പൊ നോക്കുകയാണെങ്കിൽ ഇവിടെ റിഡക്ഷൻ നടന്നു. +6ൽ നിന്ന് +3 പോയി ക്രോമിയം. സൾഫർ +4ൽ നിന്ന് +6ലേക്ക് പോയി. അപ്പൊ അവിടെ ഓക്സിഡേഷൻ.
ഓരോ റിയാക്ഷൻസ് നമുക്ക് എടുത്ത് എഴുതാം. ആദ്യം Cr2O7 2 മൈനസ് Cr3 ആയി. Cr2O7 2 മൈനസ് gives Cr3+. നമ്പർ ഓഫ് ആറ്റംസ് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ 2 Cr3+ ഇടും. ഓക്കെ, ഇനി നമ്മൾ എന്താണ്, ഇനി നമ്മൾ ഓക്സിജനെ ബാലൻസ് ചെയ്യാം. അപ്പൊ Cr2O7 2 മൈനസിൽ നമുക്ക് 7 ഓക്സിജൻ ഉണ്ട്. അപ്പൊ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ റൈറ്റ് സൈഡിൽ 7 വാട്ടറിനെ ആഡ് ചെയ്യണം. 7 വാട്ടറിനെ ആഡ് ചെയ്യുമ്പോൾ എന്തായാലും നമ്മൾ ഹൈഡ്രജനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ലെഫ്റ്റ് സൈഡിൽ 14 H+ കൂടി ഇട്ട് കൊടുക്കുന്നത്. 2 Cr3+ plus 7 വാട്ടർ വരും. ഈ ചാർജ് ബാലൻസ് ചെയ്യാം. ഇവിടെ നമുക്ക് -2 ഉണ്ട്, ഇവിടെ +14 ഉണ്ട്, ഇവിടെ +6 ഉണ്ട്, ഇവിടെ നമുക്ക് +12 ഉണ്ട്. +12 നിന്ന് നമ്മൾ +6 ആക്കണം. +12 നിന്ന് +6 ആക്കാൻ വേണ്ടി നമ്മൾ 6 ഇലക്ട്രോൺ ആഡ് ചെയ്യും. അപ്പൊ എന്ത് കിട്ടും? Cr2O7 2 മൈനസ് +14 H+ +6 electrons gives 2 Cr3+ +7 H2O. അപ്പൊ നമ്മൾ ഈ റിയാക്ഷൻ ബാലൻസ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത ഓക്സിഡേഷൻ ഹാഫ് നമുക്ക് ബാലൻസ് ചെയ്യാം. SO2 നമുക്ക് SO4 2- തരുന്നു. ആദ്യം നമ്മൾ ഓക്സിജനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ലെഫ്റ്റ് സൈഡിൽ 2 വാട്ടറിനെ ആഡ് ചെയ്യും. 2 ഓക്സിജൻ കിട്ടണമല്ലോ, അപ്പൊ 2 വാട്ടർ ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് ഹൈഡ്രജനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ റൈറ്റ് സൈഡിൽ എന്ത് ചെയ്യണം? 4 ഹൈഡ്രജനെ കൂടെ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ H+ ആഡ് ചെയ്തു. അസിഡിക് സൊല്യൂഷനിലാണ് റിയാക്ഷൻ നടക്കുന്നത്. ഓക്കെ, നമ്മൾ എന്ത് ചാർജ് ബാലൻസ് ചെയ്യാം. ഇവിടെ 0, ഇവിടെ 0, ഇവിടെ 2- ഉണ്ട്, ഇവിടെ +4 ഉണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ടോട്ടല് +2 ഉണ്ട്. +2 നമുക്ക് കളയാൻ വേണ്ടി 2 ഇലക്ട്രോൺ ആഡ് ചെയ്യാം. എന്തായാലും SO2 +2 H2O gives SO4 2- +4 H+ +2 ഇലക്ട്രോൺ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് സെയിം ആക്കണം. അതിനുവേണ്ടി നമ്മൾ ഇവിടെ ഇതിനെ × 3 ചെയ്യും. അപ്പൊ നമുക്ക് ഇവിടെ × 3 എന്താ റിയാക്ഷൻ വരിക? 3SO2 +6 H2O gives 3SO4 2- +12 H+ +6 ഇലക്ട്രോൺ. ഇനി നമ്മൾ ഈ 2 റിയാക്ഷനും കൂടെ ആഡ് ചെയ്യും. ആഡ് ചെയ്യുമ്പോൾ എന്താ വരിക? Cr2O7 2- ഉണ്ട്, +3SO2 ഉണ്ട്. ഇനി H+ നമുക്ക് റിയാക്ടന്റ് സൈഡിൽ 14 ഉണ്ട്, പ്രൊഡക്റ്റ് സൈഡിൽ 12 ഉണ്ട്. അപ്പൊ നമുക്ക് 2 H+ ബാക്കി വരും. ഇനി വാട്ടർ നമുക്ക് വരത്തില്ല, കാരണം പ്രൊഡക്റ്റ് സൈഡിൽ നമുക്ക് 7 H2 ഉണ്ട്, റിയാക്ടന്റ് സൈഡിൽ 6 H2 ഉള്ളു. അപ്പൊ നമുക്ക് പ്രൊഡക്റ്റ് സൈഡിൽ ഒരു വാട്ടർ വരത്തുള്ളൂ. നമുക്ക് അത് അവിടെ എഴുതാം. അപ്പൊ ഇത് നമുക്ക് 2 Cr3+ +3SO4 2- വാട്ടർ ആണ് നമുക്ക് ഫൈനലി കിട്ടുന്ന റിയാക്ഷൻ, ബാലൻസ്ഡ് റിയാക്ഷൻ. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ബാലൻസ് ദി ഫോളോയിങ് ഇക്വേഷൻസ് ഇൻ ബേസിക് മീഡിയം. ബേസിക് മീഡിയത്തിലാണ് ഇക്വേഷൻ റിയാക്ഷൻ നടക്കുന്നത് by ion electron method and oxidation number methods and identify the oxidizing agent and the reducing agent. ഈ 3 റിയാക്ഷൻ നമുക്ക് 2 മെത്തേഡ് വഴിയും ബാലൻസ് ചെയ്യണം. മാത്രമല്ല ഓക്സിഡൈസിങ് ഏജന്റ്, റെഡ്യൂസിങ് ഏജന്റ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണം. ഓക്കെ, 19 ആദ്യത്തെ റിയാക്ഷൻ നമുക്ക് എഴുതാം. P4 + OH- gives PH3 + HPO2-. ഇവിടെ നോക്കുവാണെങ്കിൽ ഓക്സിഡൈസ് സ്റ്റേറ്റ്സ് നോക്കുവാണെങ്കിൽ ഇവിടെ P4 0 ആയിരുന്നു, ഇവിടെ -3 ആയി. പിന്നെ ഇവിടെ നോക്കുവാണെങ്കിൽ ഇത് +4 സ്റ്റേറ്റ് ആണ് നിൽക്കുന്നത്.
ഇവിടെ +2 സ്റ്റേറ്റ് ആണ്. ഓക്കെ, അപ്പൊ ശരിയായി. അപ്പൊ ഇവിടെ ഫോസ്ഫറസ് +2 സ്റ്റേറ്റ് ആണ് കിട്ടിയത്. ഓക്കെ, ഇനി നമുക്കിവിടെ ഓക്സിഡേഷൻ റിഡക്ഷൻ ഏതൊക്കെയാണോ? ഇവിടെ 0-ൽ നിന്ന് +2-ലേക്ക് പോയി, അതാണ് ഓക്സിഡേഷൻ. ഇവിടെ 0-ൽ നിന്ന് -3-ലേക്ക് പോയി, അതാണ് റിഡക്ഷൻ. ഇപ്പൊ ഓക്സിഡേഷൻ നടക്കുന്ന ആളാണ് എന്ത്? ഇവിടുത്തെ റെഡ്യൂസിങ് ഏജന്റ്. റിഡക്ഷൻ നടക്കുന്ന ആളാണ് ഇവിടുത്തെ ഓക്സിഡൈസിങ് ഏജന്റ്. ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ രണ്ടും നടക്കുന്നതാണ് ഒരാൾക്ക് തന്നെയാണ്. ഇപ്പൊ ഇവിടുത്തെ ഓക്സിഡൈസിങ് ഏജന്റ് റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറയുന്ന ആരാണ്? ഇവിടുത്തെ P4 തന്നെയാണ് ഇവിടുത്തെ ഓക്സിഡൈസിങ് ഏജന്റ് റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഇനി ഓരോ ഹാഫ് റിയാക്ഷൻ വെച്ച് എഴുതാം. ഓക്കെ, ആദ്യത്തെ റിയാക്ഷൻ എന്ന് പറയുന്നത് P4 നമുക്ക് HPO2- തരും. ആദ്യം നമ്പർ ഓഫ് ആറ്റംസിന് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ 4 ഇട്ട് കൊടുക്കും. ഓക്കെ, ഇനി നമ്മൾ എന്താണ്? ഓക്സിജനും ഹൈഡ്രജനും ബാലൻസ് ചെയ്യും. അപ്പൊ അതിനുവേണ്ടി നമുക്ക് റൈറ്റ് സൈഡിൽ 2 ഓക്സിജൻ ഉണ്ട്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ലെഫ്റ്റ് സൈഡിൽ 2 വാട്ടറിനെ ആഡ് ചെയ്യും. സോറി, 2 ഓക്സിജൻ അല്ല, 8 ഓക്സിജൻ ഉണ്ട്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ 8 വാട്ടറിനെ ആഡ് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് വരും? 4HPO2-. ഇവിടെ ഹൈഡ്രജന്റെ എണ്ണം നോക്കുകയാണെങ്കിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ 16 ഹൈഡ്രജൻ ഉണ്ട്, റൈറ്റ് സൈഡിൽ 4 ഹൈഡ്രജനേ ഉള്ളൂ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഇവിടെ 12 ഹൈഡ്രജനെയും കൂടെ ഇട്ട് കൊടുക്കും, 12 പ്രോട്ടോൺസും കൂടെ ഇട്ട് കൊടുക്കും. അപ്പൊ നമ്മൾ ഓക്സിജനും ഹൈഡ്രജനും ബാലൻസ് ചെയ്യും. നമ്മൾ ചാർജ് ബാലൻസ് ചെയ്യും. ചാർജ് നോക്കുകയാണെങ്കിൽ ഇവിടെ രണ്ടിടത്തും 0 ആണ്. ഇവിടെ -4 ഉണ്ട്, ഇവിടെ +12 ഉണ്ട്. ഇവിടെ ടോട്ടൽ നമുക്ക് ഇവിടെ +8 ഉണ്ട്. അപ്പൊ അതിനുവേണ്ടി നമ്മളിവിടെ 8 ഇലക്ട്രോൺസിന് ഇട്ട് കൊടുക്കാം. 8 ഇലക്ട്രോൺസ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് P4 + 8H2O gives 4HPO2 - +12H plus 8 ഇലക്ട്രോൺസ് വരും. പക്ഷെ നമുക്ക് എന്താണ്, ഇത് ബേസിക് മീഡിയത്തിലാണ് തന്നിട്ടുണ്ട്. അപ്പൊ ബേസിക് മീഡിയത്തിൽ ആയതുകൊണ്ട് നമ്മൾ എന്താണ്, S+നെ കളഞ്ഞ ഇവിടെ OH- ആക്കണം. അതിനുവേണ്ടി നമ്മൾ രണ്ട് സൈഡിലും 12 OH- ഇട്ട് കൊടുക്കുക. അപ്പൊ നമുക്കിവിടെ P4 + 8H2O + 12 OH- gives 4HPO2- plus 12H+ ഉം 12 OH- കൂടെ നമുക്ക് എന്ത് തരും? 12 വാട്ടർ തരും, +8 ഇലക്ട്രോൺസ് തരും. ഇനി വാട്ടർ രണ്ട് സൈഡും കട്ട് ചെയ്യും. അപ്പൊ നമുക്കിവിടെ P4 + 12 OH- gives 4HPO2- plus 4H2O plus 8 ഇലക്ട്രോൺസ്. ഇങ്ങനെ ആയിരിക്കും വരിക. അപ്പൊ നമ്മൾ ഓക്സിഡേഷൻ ഹാഫ് ബാലൻസ് ചെയ്ത് തരും. അടുത്ത റിഡക്ഷൻ ഹാഫ് ബാലൻസ്. P4 നമുക്ക് PH3 തരുന്നു. ഇപ്പൊ നമ്പർ ഓഫ് എന്താണ് ഫോസ്ഫറസ് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ 4 PH ഇട്ട് കൊടുക്കുന്നു, 4 PH3 ഇട്ട് കൊടുക്കുന്നു. നമ്മൾ ഹൈഡ്രജൻ ബാലൻസ്, ഓക്സിജൻ ബാലൻസ് ചെയ്യില്ല. ഹൈഡ്രജൻ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്താണ് റൈറ്റ് സൈഡിൽ നമുക്ക് 12 ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ നമ്മൾ ലെഫ്റ്റ് സൈഡിലും 12 പ്രോട്ടോൺ ഇട്ട് കൊടുക്കുക. നമുക്ക് എന്താണ് ബേസിക് മീഡിയത്തിൽ നടക്കുന്നത്. നമ്മൾ 12 പ്രോട്ടോൺ എടുത്താൽ നമ്മൾ ഇവിടെ 12 OH- കൂടെ ഇട്ട് കൊടുക്കുക. നമുക്ക് ഇവിടെ എന്ത് വരും? P4 + 12 വാട്ടർ gives 4 PH3 + 12 OH. നമ്മൾ ചാർജ് ബാലൻസ് ചെയ്യാം. ഇവിടെ നമുക്ക് ചാർജ് ഒന്നുമില്ല, 0 0 0. ഇവിടെ നമുക്ക് -12 ഉണ്ട്. അപ്പൊ -12 ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ 12 ഇലക്ട്രോണും കൂടെ ആഡ് ചെയ്യും. 12 ഇലക്ട്രോൺ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് P4 + 12H2O plus 12 electrons gives 4 PH3 plus 12 OH- എന്ന് വരും. എന്താണ് നമ്മൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് രണ്ട് സൈഡിലും ഈക്വൽ ആക്കണം. ഇപ്പൊ രണ്ടും ഒരേപോലെ 24 ഉണ്ട് കോമൺ. ഇപ്പൊ 8 × 3 ചെയ്യുക, ഇവിടെ × 2 ചെയ്യുക.
നമുക്ക് ഇവിടെ എന്തൊരു റിയാക്ഷൻ 3p4 പ്ലസ് 3 36 OH minus gives 12 HPO2 minus plus 12 H2O plus 24 ഇലക്ട്രോൺ. ഇവിടുത്തെ റിയാക്ഷൻ നോക്കുകയാണെങ്കിൽ ഇൻറ്റു 2 ചെയ്യണം. അപ്പൊ 2p4 plus 24 H2O plus 24 electrons gives 8 pH3 plus 24 OH. ഇനി നമ്മൾ രണ്ട് റിയാക്ഷനും കൂടെ ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് 3p4 2p4 കൂടെ നമുക്ക് എന്ത് കിട്ടും 5p4 എന്ന് കിട്ടും. 5p4 പ്ലസ് നമുക്ക് എന്താണ് ലെഫ്റ്റ് സൈഡിൽ എത്ര OH മൈനസ് ഉണ്ട് 36 OH മൈനസ് ഉണ്ട്. റൈറ്റ് സൈഡിൽ പ്രൊഡക്റ്റ് സൈഡിൽ നമുക്ക് 24 OH മൈനസ് ഉണ്ട്. അപ്പൊ ഈ 36 24 നമുക്ക് ബാക്കി 12 OH മൈനസ് വരും. പ്ലസ് ഇനി വാട്ടർ നോക്കുകയാണെങ്കിൽ നമുക്ക് റിയാക്ട് സൈഡിൽ മൊത്തം 24 വാട്ടർ ഉണ്ട്. പ്രൊഡക്റ്റ് സൈഡിൽ 12 വാട്ടർ ഉണ്ട്. അപ്പൊ അതും പോയാൽ നമുക്ക് 12 വാട്ടർ ബാക്കി കിട്ടും. ഗീവ്സ് പ്രൊഡക്റ്റ് സൈഡിൽ നമുക്കിനി 8 pH3 ഉണ്ട് പ്ലസ് 12 HPO2 മൈനസ് ഉണ്ട്. ഇതാണ് നമ്മുടെ ബാലൻസ്ഡ് ഇക്വേഷൻ വരുന്നത് അയൺ ഇലക്ട്രോൺ മെത്തേഡ് വഴി. ഹാഫ് റിയാക്ഷൻ മെത്തേഡ് ഇതാണ്. അടുത്ത നമ്മൾ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് വെച്ച് ചെയ്ത് നോക്കണം. ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് വെച്ച് നമ്മൾ ചെയ്യുവാണെങ്കിൽ P4 plus OH minus gives pH3 plus HPO2 minus. ഇതാണ് നമ്മുടെ റിയാക്ഷൻ അല്ലേ. ഓക്സിഡൈസ് ചെയ്തതാണെങ്കിൽ 0 -3 +2. ഇവിടെ ഓക്സിഡേഷൻ റിഡക്ഷൻ റിഡക്ഷനും അല്ലേ. ഇവിടുത്തെ എത്രയാണ് കൂടിയത് ഓക്സിഡേഷൻ നമുക്ക് 2 ഓക്സിജൻ സ്റ്റേറ്റ് ആണ് കൂടിയത്. റിഡക്ഷന് നമുക്ക് എത്ര 3 കുറഞ്ഞു ഇല്ല. അപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻറ്റു ചെയ്യാം. അപ്പൊ ഇവിടെ ഇൻറ്റു 3 ചെയ്യണം നമ്മൾ, ഇവിടെ ഇൻറ്റു 2 ചെയ്യാം. അപ്പൊ നമുക്കിവിടെ 3p4 പ്ലസ് നമ്മൾ ഇൻറ്റു 2 കൂടെ ചെയ്യണം. അപ്പൊ 2p4 കൂടെ ഇവിടെ വരും. പ്ലസ് OH minus gives 2pH3 plus 3 HPO2 minus വരും. നമുക്കിവിടെ 5p4 plus OH minus gives 2pH3 plus 3 HPO2 minus വരും. നമ്മൾ അടുത്ത ചാർജ് ബാലൻസ് നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് ഒരു -1 ഉണ്ട്, ഇവിടെ നമുക്ക് -3 ഉണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ എന്താണ് 2 OH മൈനസിനെയും കൂടെ ആഡ് ചെയ്യും. ഇവിടെ 5p4 plus 3 OH minus gives 2pH3 plus 3 HPO2 minus more. ചാർജ് ബാലൻസ് ചെയ്ത് ഇനി നമ്മൾ നമ്പർ ഓഫ് ഓക്സിജൻ ഹൈഡ്രജൻ ബാലൻസ് ചെയ്യും. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് 3 ഓക്സിജൻ ഉണ്ട് ലെഫ്റ്റ് സൈഡ്, നമുക്ക് റൈറ്റ് സൈഡിൽ 6 ഓക്സിജൻ ഉണ്ട്. അപ്പൊ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ 3 വാട്ടറും കൂടെ ആഡ് ചെയ്യും.
നമുക്ക് 5p4 plus 3OH minus plus 3H2O gives 2pH3 plus 3HPO2 minus. ഇതിൽ ചെറിയ ഡൗട്ട് ഉണ്ട്, നമുക്ക് പിന്നെ വരാം കേട്ടോ. അടുത്ത ഇക്വേഷനിലേക്ക് പോകാം. അടുത്ത റിയാക്ഷൻ നോക്കാം. അടുത്ത റിയാക്ഷൻ തന്നേക്കുന്നത് N2H4 plus ClO3 minus. ClO3 minus gives NO plus Cl minus. നമുക്ക് തന്നേക്കുന്ന ഇക്വേഷൻ. ഇവിടുത്തെ ഓക്സിജൻ സ്റ്റേറ്റ്സ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഇത് -2, ക്ലോറിന്റെ ഇവിടെ +5, നൈട്രജന്റെ ഇവിടെ +2, ഇവിടെ -1. ഇവിടെ നൈട്രജൻ ഇവിടെ ഓക്സിഡേഷൻ നടന്നു, ക്ലോറിൻ ഇവിടെ റിഡക്ഷൻ നടന്നു. അപ്പൊ ഇവിടെ N2H4 ഓക്സിഡേഷൻ നടന്നുകൊണ്ട് ഇവിടുത്തെ റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറയുന്നത് N2H4 ആണ്. റെഡ്യൂസിങ് ഏജന്റ് N2H4 ആണ്. ഇവിടുത്തെ ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയുന്നത് ക്ലോറൈറ്റ് ആണ്. ഓക്കെ, പിന്നെ ബാലൻസ് ചെയ്തു. അത് N2H4 NO ആവുന്നു. നമ്പർ ഓഫ് ആറ്റംസ് ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെ 2 കൊടുക്കുന്നു. ഓക്കെ, നമ്മൾ ചെയ്യണം ഓക്സിജനെ ബാലൻസ്. ഓക്സിജനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ റൈറ്റ് സൈഡിൽ നമുക്ക് 2 ഓക്സിജൻ ഉണ്ട്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ 2 വാട്ടറിനെ ആഡ് ചെയ്യും. പ്ലസ് നമുക്ക് ഹൈഡ്രജനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ അവിടെ H+ ഇട്ട് കൊടുക്കണം. H+ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ 4 4 8 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ റൈറ്റ് സൈഡിൽ നമ്മൾ 8 H+ ഇട്ട് കൊടുക്കണം. പക്ഷെ നമ്മൾ റിയാക്ഷൻ നടത്തുന്നത് ബേസിക് മീഡിയത്തില്ല. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യണം, റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും 8 OH മൈനസ് ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് റിയാക്ഷൻ എങ്ങനെ വരും? N2H4 plus 2H2O plus 8OH minus plus 2NO plus 8H2O. നോക്കാം, ഇവിടെ റിയാക്ഷൻ സൈഡിൽ നമുക്ക് 2 H2 ഉണ്ട്, പ്രൊഡക്റ്റ് സൈഡിൽ 8 H2 ഉണ്ട്. അപ്പൊ അപ്പോൾ പ്രൊഡക്റ്റ് സൈഡിൽ നിന്ന് 2 H2 നമുക്ക് കുറയ്ക്കും. അപ്പൊ N2H4 plus 8OH minus gives 2NO plus 6H2O എന്ന് വരും. നമ്മൾ ചാർജ് ബാലൻസ് ചെയ്യും. ഇവിടെ നമുക്ക് 8 മൈനസ് ഉണ്ട്, ബാക്കി ഒന്നുമില്ല. അപ്പൊ അവിടെ നമ്മൾ റൈറ്റ് സൈഡിൽ 8 ഇലക്ട്രോൺ ആഡ് ചെയ്യും. N2H4 plus 8OH minus is 2NO plus 6H2O plus 8 electrons വരും. അപ്പൊ അതാണ് ഇവിടുത്തെ റിയാക്ഷൻ. അടുത്ത ClO3 മൈനസ് Cl ആവുന്നത്. Cl മൈനസ് ആവും. ഓക്കെ, ആദ്യം ഓക്സിജനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ റൈറ്റ് സൈഡിൽ നമ്മൾ 3 വാട്ടറിനെ ആഡ് ചെയ്യും. 3 വാട്ടറിനെ ആഡ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഹൈഡ്രജനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി 6 H+ കൂടെ ഇട്ട് കൊടുക്കും. പക്ഷെ നമ്മൾ ബേസിക് മീഡിയത്തിൽ നടക്കുന്നുണ്ട് 6 H+ന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, OH മൈനസ് കൂടെ ആഡ്. അപ്പൊ 6 H+ഉം പ്ലസ് 6 OH മൈനസ് പ്ലസ് ClO3 മൈനസ് പ്ലസ് Cl മൈനസ് പ്ലസ് 3H2O പ്ലസ് 6 OH മൈനസ് വരും. അപ്പോൾ നമ്മുടെ റിയാക്ഷൻ നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ഇപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് 6 വാട്ടർ വരും. അപ്പോൾ റൈറ്റ് സൈഡിൽ നമുക്ക് 3 വാട്ടർ ഉണ്ട്. അപ്പൊ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ മൊത്തത്തിൽ 3 വാട്ടർ ബാക്കി വരും. 3H2O plus Cl minus gives Cl minus plus 6OH. ഇനി ചാർജ് ബാലൻസ് ആണെങ്കിൽ ഇവിടെ -1 ഉണ്ട്, ഇവിടെ -1 -6 ഉണ്ട്, ഇവിടെ -7 ഉണ്ട് മൊത്തത്തിൽ. അപ്പൊ ഇവിടെ നമ്മൾ 6 ഇലക്ട്രോൺസ് ലെഫ്റ്റ് സൈഡിൽ ആഡ് ചെയ്യും. 6 ഇലക്ട്രോൺസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ClO3 minus plus 3H2O plus 6 electrons gives Cl minus plus 6OH. നമ്മൾ രണ്ടിടത്ത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് സെയിം ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇത് ഇൻറ്റു
3 ചെയ്യാം, ഇത് ഇൻറ്റു 4 ചെയ്യാം. ഇപ്പൊ 24 ഇലക്ട്രോൺസ് രണ്ടിടത്തും കിട്ടും. അപ്പൊ ഇവിടെ എന്ത് വരും? 3 N2H4 plus 24 OH minus gives 6 NO plus 18 H2O plus 24 electrons. ഇതെന്ത് വരും? നമുക്ക് 4 ClO3 minus plus 12 H2O plus 24 electrons gives 4 Cl minus plus 24 OH minus. രണ്ട് റിയാക്ഷൻ കൂടെ നമ്മൾ ആഡ് ചെയ്യും. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 3 N2H4 നമുക്ക് എഴുതാം പ്ലസ് 4 ClO3 മൈനസ് എഴുതാം. ഇത് നോക്കാം, നമുക്ക് ലെഫ്റ്റ് സൈഡിലും 24 OH മൈനസ് ഉണ്ട്, റൈറ്റ് സൈഡിലും 24 OH മൈനസ്. അപ്പൊ അത് രണ്ടും കൂടെ കട്ടായി പോകും. ഇനി വാട്ടർ നോക്കുവാണെങ്കിൽ നമുക്ക് റിയാക്ടൻ സൈഡിൽ 12 H2 ഉണ്ട്, പ്രൊഡക്റ്റ് സൈഡിൽ 18 H2 ഉണ്ട്. അപ്പൊ നമുക്ക് പ്രൊഡക്റ്റ് സൈഡിൽ 6 H2 ബാക്കി വരും. അത് നമ്മൾ എഴുതുവാണെങ്കിൽ 6 NO പ്ലസ് 4 Cl മൈനസ് പ്ലസ് 6. ഇതാണ് നമുക്ക് ഫൈനൽ ഇക്വേഷൻ വരുന്നത്. ഇത് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് വെച്ച് നോക്കുവാണെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് കുറച്ച് ചെയ്യാം. എന്താണ് ഇവിടെ എത്രയാണ് കൂടിയേക്കുന്നത്? -2 +2ലേക്ക് നമുക്ക് +4 കൂടിയിട്ടുണ്ട്. +5ൽ നിന്ന് -1ലേക്ക് -6 വന്നിട്ടുണ്ട്. 6ഉം 4 നമുക്ക് കോമൺ ആയിട്ട് 12 എടുക്കാം. അപ്പൊ ഇതിനെ നമ്മൾ ഇൻറ്റു 3 ചെയ്യുക, ഇതിനെ നമ്മൾ ഇൻറ്റു 2 ചെയ്യുക. അപ്പൊ നമുക്ക് റിയാക്ഷൻ എന്ത് വരും? 3 N2H4 പ്ലസ് 2 ClO3 മൈനസ് gives 3 NO plus 2 Cl minus. സോറി, അതിനു മുമ്പ് നമ്മൾ ഇവിടെ നമ്പർ ഓഫ് ആറ്റംസ് സെയിം ആക്കണമായിരുന്നു. അപ്പൊ അതിന് ഇവിടെ മറന്നു. അപ്പൊ നോക്കാം, -2ൽ നിന്ന് നമ്മൾ പ്ലസ് -4ൽ നിന്ന് -2 നമ്മൾ +2ലേക്ക് പോയി. ഇവിടെ 2 ഉണ്ട്, ആ 2 × 3 വരും. അപ്പൊ ആ 2 × 3 നമുക്ക് 6 വരും. 6 NO പ്ലസ് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യും. ഓക്കെ, ഇക്വേഷന്റെയും കൂടെ അയൺ ഇലക്ട്രോൺ മെത്തേഡ് വെച്ച് നമുക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, ഇക്വേഷൻ Cl2O7 plus H2O2 gives ClO2 minus plus O2 plus H plus. ഇതാണ് നമുക്ക് തന്നേക്കുന്നത്. ഇവിടെ ക്ലോറിൻ +7 സ്റ്റേറ്റിലാണ്, ഓക്സിജൻ -1 സ്റ്റേറ്റിലാണ്, ClO2 മൈനസിൽ +3 സ്റ്റേറ്റിലാണ്, പിന്നെ ഇവിടെ 0 ഉണ്ട്. അവിടെ നോക്കുകയാണെങ്കിൽ ക്ലോറിൻ +7 ൽ +3 പോയി, ഓക്സിജൻ -1ൽ നിന്ന് 0ലേക്ക് പോയി. അപ്പൊ ഇവിടെ റിഡക്ഷൻ നടന്നു, ഇവിടെ ഓക്സിഡേഷൻ നടന്നു. റിഡക്ഷൻ നടന്ന ആളാണെന്ത്? ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയുന്നത്. ഓക്സിഡേഷൻ നടന്ന ആളാണ് റെഡ്യൂസിങ് ഏജന്റ്. അപ്പൊ ഇവിടെ ഓക്സിഡൈസിങ് ഏജന്റ് Cl2O7, റെഡ്യൂസിങ് ഏജന്റ് H2O2 ആണ്. ഈ Cl2O7 ClO2 മൈനസ്, ഈ ക്ലോറിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ 2 ഇട്ട് കൊടുക്കുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നമ്പർ ഓഫ് ഓക്സിജനെ ബാലൻസ് ചെയ്യണം. ഇവിടെ 4 ഓക്സിജൻ ഉണ്ട്, പ്രൊഡക്റ്റ് സൈഡിൽ, റിയാക്ടൻ സൈഡിൽ 7 ഓക്സിജൻ ഉണ്ട്. അപ്പൊ നമുക്ക് 3 ഓക്സിജനും കൂടെ കുറവുണ്ട്. അപ്പൊ Cl2O7 gives 2 ClO2 minus plus 3 water. ഇനി ഹൈഡ്രജനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ലെഫ്റ്റ് സൈഡിൽ RH+നെ കൂടെ ഇട്ട് കൊടുക്കുന്നു. എന്താണ് നടക്കുന്നത്? ബേസിക് മീഡിയത്തിലാണ് അല്ലേ? ഇപ്പൊ ബേസിക് മീഡിയത്തിലായതുകൊണ്ട് നമ്മൾ ചെയ്യണം, H+ മാറ്റി OH- ആക്കണം. അപ്പൊ രണ്ട് സൈഡിൽ നമ്മൾ 6 OH- ഇട്ട് കൊടുക്കുക. 6 OH- രണ്ട് സൈഡിൽ ഇട്ട് കൊടുക്കുക. ഇനി നോക്കുക, ഈ 6 OH- 6 H+ കൂടെ നമുക്ക് എന്ത് കിട്ടും? അത് നമുക്ക് മാറ്റി എന്ത് എഴുതാം? 6 വാട്ടർ എന്ന് എഴുതാം അല്ലേ? നോക്കാം, ഇനി നമുക്ക്
ഒന്നുകൂടെ എഴുതാം. Cl2O7. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ 6 വാട്ടർ ഉണ്ട്, റൈറ്റ് സൈഡിൽ 3 വാട്ടർ ഉണ്ട്. അപ്പൊ നമുക്ക് 3 വാട്ടർ ബാക്കി വരും. H2 gives 2ClO2 മൈനസ് പ്ലസ് 6OH മൈനസ് എന്ന് വരും. ഇനി നമ്മൾ ചാർജ് ബാലൻസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് -2 ഉണ്ട്, -6 ഉണ്ട്, രണ്ടും കൂടെ -8 ഉണ്ട്. അപ്പൊ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ 8 ഇലക്ട്രോൺസ് ഇട്ട് കൊടുക്കാം. 8 ഇലക്ട്രോൺസ് ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും? Cl2O7 plus 3H2O plus 8 electrons gives 2ClO2 minus plus 6OH minus എന്ന് വരും. അടുത്ത മറ്റേ സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് H2O2 O2 ആവും. ഓക്കെ, ഹൈഡ്രജൻ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ റൈറ്റ് സൈഡിൽ 2 H+ ഇട്ട് കൊടുക്കുന്നു. ഇനി നമുക്ക് ചാർജ് ബാലൻസ് ഉണ്ടെങ്കിൽ ഇവിടെ 0, ഇവിടെ 0, ഇവിടെ +2. ഇപ്പൊ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ 2 ഇലക്ട്രോൺ ഇട്ട് കൊടുക്കും. H2O2 plus 2 electrons gives O2 plus 2H+ എന്ന് വരും. നമ്മൾ രണ്ട് സൈഡിലും ഇലക്ട്രോൺസിന്റെ എണ്ണം സെയിം ആക്കുക. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് 8 ഇലക്ട്രോൺസ് ഉണ്ട്, റൈറ്റ് സൈഡിൽ 2 ഇലക്ട്രോണുകൾ പകരം നമ്മൾ × 4 ചെയ്യും. അപ്പൊ നമുക്ക് 4H2O2 plus 8 electrons gives 4O2 plus 8H+ എന്ന് വരും. ചാർജ് ബാലൻസ് ചെയ്യുന്നതിന് മുമ്പ് ഇത് ബേസിക് നീഡ് തന്നെ നടക്കും. അത് നമ്മൾ കൺസിഡർ ചെയ്തു. അപ്പൊ അതിനുവേണ്ടി നമ്മൾ രണ്ട് സൈഡിലും OH- ഇട്ട് കൊടുക്കണം. അപ്പൊ ഇവിടെ 2 OH- വരും, ഇവിടെ 2 OH- വരും. നമുക്കിവിടെ എന്ത് വരും? H2O2 plus 2 OH- gives O2 plus 2 water എന്ന് വരും. ഓക്കെ, ഇനി നമ്മൾ ചാർജ് ബാലൻസ് ഇവിടെ -2 ഉണ്ട്, ഇവിടെ 0. നമ്മൾ ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ 2 ഇലക്ട്രോൺ ആഡ് ചെയ്യണം. H2O2 plus 2 OH- gives O2 plus 2H2O plus 2 ഇലക്ട്രോൺ വരും. ഇനി നമ്മൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് സെയിം ആക്കാം. ഇവിടെ 8 ഉണ്ട്, അപ്പൊ ഇവിടെ 4 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പൊ 4 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ ഇവിടെ H2O2 plus 2OH- സോറി, ഇവിടെ 4 H2O2 plus 8 OH- gives 4O2 plus 8 H2O plus 8 ഇലക്ട്രോൺസ് എന്ന് വരും. ഇനി രണ്ടും കൂടെ ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് Cl2O7 plus 4H2O2. നമുക്ക് ലെഫ്റ്റ് സൈഡിൽ 3 H2 ഉണ്ട്, റൈറ്റ് സൈഡിൽ 8 H2 ഉണ്ട്. അപ്പൊ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ H2 ഒന്നും ബാക്കിയില്ല. പിന്നെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് 8 OH- ഉണ്ട്, റൈറ്റ് സൈഡിൽ 6 OH. അപ്പൊ നമുക്കിവിടെ 2 OH- ബാക്കി വരും. gives 2ClO2 minus plus 4O2 plus 5H2O വരും. ഇതാണ് ഫൈനൽ ബാലൻസ്ഡ് ഇക്വേഷൻ വരും. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ് ഡിസ്കസ് ചെയ്യാം.